റെയിൽവേ അസിസ്റ്റൻ്റ് ലോക്കോ പൈലറ്റ് CBT-2 മാർച്ച് 19 ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. മാർച്ച് 19 CBT-2 ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഇലക്ട്രിസിറ്റി. 4 മുതൽ അതിലധികം വരെ ഒരു പേപ്പറിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു വലിയ ടോപ്പിക്കാണ്. ഈ ഒരു വീഡിയോയിൽ ചെറിയ ഇലക്ട്രിസിറ്റിയായി ബന്ധപ്പെട്ടിട്ട് എന്താണ് ഇലക്ട്രിസിറ്റി, എന്താണ് കറണ്ട്, എന്താണ് വോൾട്ടേജ്, എന്താണ് കുറേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇത് കുറച്ച് ആൾക്കാർക്ക് എന്തായാലും അറിയുന്നതായിരിക്കും. അപ്പോൾ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഉദ്ദേശിക്കുന്ന ഇലക്ട്രിസിറ്റി എന്താണ്, കറണ്ട് എന്താണ്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ടോപ്പിക്ക് ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജസ്, ഇതാണ് ഇവിടുത്തെ ബേസിക്. ഈ ഭാഗം മൊത്തം ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. ചാർജസ്, ഇലക്ട്രിക് ചാർജസ് എന്ത്, നമുക്കറിയുന്ന ചാർജസ് എന്തെല്ലാം, പോസിറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് ഈ ചാർജ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ നമ്മളൊരു ബാറ്ററീൻ്റെ നമ്മൾ കണ്ടിട്ടുണ്ടാവും പോസിറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജ്. അപ്പോൾ എന്താണ് ഈ ഇലക്ട്രിക് ചാർജ്, അതാണ് ആദ്യം നോക്കുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു ഒബ്ജക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഒബ്ജക്റ്റിന് എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ടാവും? വളരെ ബേസിക് ആയിട്ട് ഇതിനൊരു മാസ് ഉണ്ടാവും, ഇതിനൊരു എന്തുണ്ടാവും, ചിലപ്പോൾ ഒരു ലെങ്ത്തോ അല്ലെങ്കിൽ ഇതിനൊരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ ഉണ്ടാവും. ഇത്തരത്തിലുള്ള ഒരുപാട് പ്രോപ്പർട്ടീസ് ഒരു ഒബ്ജക്റ്റിനുണ്ടാവും. അപ്പോൾ അതുപോലെ ഒരു ഒബ്ജക്റ്റിൻ്റെ മറ്റൊരു ഒരു മാറ്ററിൻ്റെ മറ്റൊരു ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ് ചാർജസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എത്ര ടൈപ്പ് ഉണ്ടാവും? സിമ്പിളായി പറഞ്ഞ പോലെ പോസിറ്റീവ് ചാർജ് ഉണ്ടാവും, നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. വളരെ ബേസിക് ആയിട്ട് നമുക്ക് എന്താ പറയുക, രണ്ട് പോസിറ്റീവ് ചാർജ് തമ്മിലുള്ള ഫോഴ്സ് എങ്ങനെയായിരിക്കും, റിപ്പൽ ചെയ്യും. അതായത് രണ്ട് പോസിറ്റീവ് ചാർജ് ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ടേക്കും ഇതിനെയും ഇങ്ങോട്ടേക്കും ഫോഴ്സ് അപ്ലൈ ചെയ്യും. നേരെ തിരിച്ചിട്ട് ഒരു ഡിഫറെൻറ്റ് ചാർജസ്, ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും ആണെങ്കിൽ ഇത് രണ്ടും തമ്മിൽ അട്രാക്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടി, ഒരു മാറ്ററിൻ്റെ ചാർജ് എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടി, അത് കാരണം എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്, ഇതിന് മറ്റ് ബോഡിയുമായി മറ്റ് മാറ്ററുമായിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് ബേസിക് ആയിട്ട് ഇതാണ് ചാർജ്, ഇലക്ട്രിക് ചാർജ് എന്ന് പറഞ്ഞതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഒരു ഫോം ഓഫ് എനർജി ആയിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ എന്താണ് ഇലക്ട്രിക് കറണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത്? സാധാരണ നമ്മളെ വയറിലേക്ക് കൂടെ കറണ്ട് പാസ് ചെയ്യുന്നു പറയുമ്പോൾ എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? അതായത് ഇവിടെ ഈ ചാർജിൻ്റെ മോഷൻ, നമ്മളിപ്പോൾ ഈ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ്, നെഗറ്റീവ് ചാർജുള്ള ഇതാണ് ഇലക്ട്രോൺ. അപ്പോൾ ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഇതിലേക്കൂടെ ഒരു ഇലക്ട്രോണ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ പാസ് ചെയ്യുന്നു, ഒരു നെഗറ്റീവ് ചാർജ് ഉള്ളത്. അപ്പോൾ ഈ മോഷൻ്റെ റേറ്റിനെയാണ് കറണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. ബേസിക്കലി ഇപ്പോൾ നമുക്ക് മനസ്സിലായി, ഇതിപ്പോൾ നമ്മളൊരു സെല്ലുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഈ സെല്ല് വരയ്ക്കുമ്പോൾ വലുത് വരയ്ക്കുന്നത് പോസിറ്റീവ്. അപ്പോൾ ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവും വരയ്ക്കുന്നു. അപ്പോൾ ഇവിടെ എന്തുണ്ടാവും, കറണ്ട്, ഇലക്ട്രോൺസ് ഉണ്ടാവും, നെഗറ്റീവ് ചാർജ് ഉള്ളത്. അപ്പോൾ ഇതെന്താന്ന് പറഞ്ഞു, ഇത് പോസിറ്റീവാണ്. അപ്പോൾ ഈ നെഗറ്റീവ് ചാർജുള്ള, നേരത്തെ പറഞ്ഞതുപോലെ നെഗറ്റീവ് ചാർജ് ഉള്ളത് ആരെ അട്രാക്ട് ചെയ്യുക, ഓപ്പോസിറ്റ് ചാർജ് പോസിറ്റീവിലേക്ക് അട്രാക്ട് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഇലക്ട്രോൺസ് ഇങ്ങനെ ഈ പോസിറ്റീവിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്യും. ഈ നെഗറ്റീവ് ചാർജ് ഉള്ളത് പോസിറ്റീവിലേക്ക് അട്രാക്ട് ചെയ്യപ്പെട്ടിട്ട് ഈ മൂവ്മെൻറ്റ് ഉണ്ടാവും. അപ്പം ഇങ്ങനെ ഈ ചാർജിൻ്റെ മൂവ്മെൻറ്റിനെയാണ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ റേറ്റിനാണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇലക്ട്രിക് കറണ്ട് പാസസ് ഫ്രം ദ പോസിറ്റീവ് ടെർമിനൽ ടു നെഗറ്റീവ് ടെർമിനൽ. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. നമ്മളിപ്പം പറഞ്ഞത് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ പോസിറ്റീവിലേക്കാണ് പോകുന്നതെന്നാണ്. അതായത് ഇത് കറക്റ്റായിട്ട് മനസ്സിലാവണം. ഇതൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് കൺഫ്യൂഷൻ ആവുന്ന ടോപ്പിക് ആയതുകൊണ്ട് ഇതിനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. രണ്ട് കാര്യമാണ് ഇവിടെ ഉള്ളത്. ഇലക്ട്രോണിൻ്റെ ഡയറക്ഷൻ എന്താണ്, കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്താണ്, ഇത് രണ്ടുമാണ് ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ്. ശരിക്കും കറക്റ്റ് മനസ്സിലായി ഇത് എന്താണ് വ്യത്യാസം എന്നുള്ളത്. ഇലക്ട്രോൺ എന്താണ്, നെഗറ്റീവ് ചാർജ് ഉള്ളതാണ്. നെഗറ്റീവ് ചാർജ് ഉള്ളത് പോസിറ്റീവിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടും, എന്നിട്ട് പോസിറ്റീവിലേക്ക് മൂവ് ചെയ്യും. പക്ഷേ ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് ഒരു കൺഫ്യൂഷനുള്ള ഒരു പോയിന്റ് ആയിരുന്നു. അതപ്പോൾ ഞാൻ അന്വേഷിച്ച് മനസ്സിലായത്, ഈ ഇലക്ട്രോൺ കണ്ടുപിടിക്കുന്നത് J.J. തോംസൺ കണ്ടുപിടിക്കുന്നതിനൊക്കെ മുന്നേ ഈ ഇലക്ട്രിക് കറണ്ടുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ലോസ് ഒക്കെ അപ്പോഴത്തേക്ക് ഓൾറെഡി സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതിലൊരു മാറ്റം വരുത്തുന്നതിന് പകരം ആ കറണ്ടിനെ, അതായത് ഈ കൺവെൻഷനായിട്ടുള്ള കറണ്ടിനെ പണ്ട് എങ്ങനെയാണോ കണക്കാക്കിയിരുന്നത് അതുപോലെ കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിനുള്ള ഒരു കാരണം. ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ, ആദ്യം കറണ്ട് എന്ന് പറയുന്നത്
പോസിറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസിൻ്റെ, അതായത് രണ്ട് ചാർജ് ഉണ്ട്, നെഗറ്റീവ് ചാർജുണ്ട്, ഇലക്ട്രോൺസും ഉണ്ട്, പോസിറ്റീവ് ചാർജുള്ള ഇതുമുണ്ട്. പോസിറ്റീവ് ചാർജിൻ്റെ മൂവ്മെൻ്റ് ആയിട്ടാണ് പണ്ട് ഇലക്ട്രിക് ചാർജിനെ കണക്കാക്കിയിരുന്നത്. ആ അസംഷനിലാണ് അതുവരെ ഉണ്ടായിരുന്ന നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അതിന് ശേഷമാണ് ഇലക്ട്രോൺ എന്താണ് എന്നൊക്കെ കണ്ടുപിടിച്ചതും ഇലക്ട്രോണിൻ്റെ മോഷനാണ് കറണ്ട് എന്നുള്ളതും വന്നത്. അപ്പോൾ അതിന് മുമ്പുള്ള ലോസിലൊക്കെ മാറ്റം വരുത്തുന്നുണ്ട്. ആ കൺവെൻഷൻ ആയിട്ടുള്ള കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്തായിട്ട് തന്നെ എടുത്തു, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് തന്നെ എടുത്തു. അപ്പോൾ ഇനി ഒരു ക്വസ്റ്റ്യനിൽ കൺവെൻഷനൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്താണ്, കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ ആൻസർ പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ്. പക്ഷെ നമുക്കറിയാം ഇലക്ട്രോൺ പാസ് ചെയ്യുന്നത് എവിടെ നിന്നാണ്, നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ്. അപ്പോൾ അത് ക്ലിയർ, ഇത് കറക്റ്റ് മനസ്സിലാക്കണം. ഇതൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ല, എന്താണ് ഇലക്ട്രിക് കറണ്ട്, ഏറ്റവും ബേസിക് ആയിട്ട് ഇലക്ട്രിസിറ്റിയിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്താണ് ഇലക്ട്രിക് കറണ്ട്. ഇവിടെ ഒരു സർക്യൂട്ട് കാണിച്ചിട്ടുണ്ട്. ഈ സർക്യൂട്ടിൽ കാണിച്ചിട്ടുണ്ട് ഒരു ബാറ്ററി, അതായത് ഒന്നിൽ കൂടുതൽ സെല്ല് വരുമ്പം രണ്ട് സെല്ല് കാണിക്കുന്നുണ്ടല്ലോ, ഈ ഒരു വരിയും ഇതാണ് ഒരു സെല്ല്, രണ്ട് സെല്ല് വരുമ്പോൾ അതൊരു ബാറ്ററിയായി. അപ്പോൾ ഇവിടെ ഒരു ഇലക്ട്രോൺ ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് ഇങ്ങനെ മൂവ്, ഈ ഏറോ ചിഹ്നം താഴേക്ക് കണ്ടില്ലേ, നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് മൂവ് ചെയ്യുന്നു ഇലക്ട്രോൺ. അപ്പോൾ നമ്മുടെ കറണ്ടിൻ്റെ ഫ്ലോ, കൺവെൻഷനൽ കറണ്ടിൻ്റെ ഫ്ലോ എന്താണ്, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക്. ഒരു പോയിന്റ് കൂടെ കറണ്ടിൻ്റെ ഡയറക്ഷൻ പോസിറ്റീവ് ടു നെഗറ്റീവ്. ഇങ്ങനെ ചാർജ്ഡ് പാർട്ടിക്കിൾസിൻ്റെ മോഷനെയാണ്, അതിൻ്റെ റേറ്റിനെയാണ് കറണ്ട് എന്ന് പറയുന്നത്. അതായത് കറണ്ട് എന്താണ്, കറണ്ട് ഐ എന്നാണ് സൂചിപ്പിക്കുക. നമ്മൾ ചാർജിന് എന്താണ് ക്യൂ. അപ്പോൾ ഇങ്ങനെ ഒരു ക്യൂ എന്ന് പറയുന്ന ചാർജ് ഇപ്പോൾ എത്ര ടൈം കൊടുക്കുക, ഇവിടെ നിന്ന് ഇവിടെ എത്താൻ ഒരു ടി എന്ന് പറയുന്ന ടൈം കൊണ്ടാണ് ഈ ക്യൂ ചാർജ് ഇതാക്കുന്നത്. അപ്പോൾ ഒരു പർട്ടിക്കുലർ കണ്ടക്ടറിൽ ഇവിടെ ഇങ്ങനെ ഒരു പ്ലെയിൻ എടുക്കുക, ഈ പോയിന്റിലേക്കൂടെ ക്യൂ എന്ന് പറയുന്ന ചാർജ് ഇങ്ങനെ കടന്നുപോയി. അപ്പോൾ എത്ര സമയം കൊണ്ട് കടന്നുപോയത്, ടി സമയം കൊണ്ട് കടന്നുപോയി. അപ്പോൾ ഒരു സെക്കൻഡിൽ എത്ര ചാർജ് കടന്നുപോയി, അതാണ് ആ റേറ്റിന് പറയുന്ന പേരാണ് കറണ്ട് എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് നമ്മൾ യൂണിറ്റ് ആൻഡ് ഡയമെൻഷനിൽ പഠിച്ച കുറച്ച് യൂണിറ്റ്സ്, കറണ്ടിൻ്റെ യൂണിറ്റ് എന്താണ്, ആംബിയർ, ചാർജ് കൂളംബ്, ടൈം സെക്കൻഡ്. അപ്പോൾ എന്താണ് ഈ കൂളം പെർ സെക്കൻഡാണ് ആംബിയർ അഥവാ കറണ്ടിൻ്റെ യൂണിറ്റ്. കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യം ഒന്നും കൂടെ നോക്കാം. എന്താണ് ഇലക്ട്രിക് കറണ്ട്? ഇറ്റ് ഈസ് ടേംഡ് ആസ് കറണ്ട് റെപ്രസെൻറ്റഡ് ബൈ ഐ. ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജസ്. ഇപ്പം ഇനി വാക്ക് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി, ചാർജ് എന്താണെന്ന് മനസ്സിലായി, പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട്, അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ടൈമാണ്, ടൈം കൊണ്ട് ഡെറിവേറ്റീവാണ് റേറ്റ് എന്ന് പറയുന്നത്. റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് ബൈ ടൈം, ചാർജ് ബൈ ടൈമാണ് കറണ്ട്. അടുത്തത് ഇതിൻ്റെ വീണ്ടും ഒരു ഡെഫിനേഷൻ പറയുന്നു, എമൗണ്ട് ഓഫ് ചാർജ് ഫ്ലോയിങ് ഇൻ എനി ക്രോസ് സെക്ഷൻ ഓഫ് എ കണ്ടക്ടർ ഇൻ യൂണിറ്റ് ടൈം. നേരത്തെ പറഞ്ഞ തന്നെ ഒരു കണ്ടക്ടറിൻ്റെ ഒരു ക്രോസ് സെക്ഷനിലേക്കൂടെ ഒരു സെക്കൻഡ് കൊണ്ട് കടന്നു പോകുന്ന ചാർജ്, അതിൻ്റെ ഒരു ഇക്വേഷനായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. ക്യൂ എന്ന് പറയുന്ന ചാർജ് ടി എന്ന് പറയുന്ന സമയം കൊണ്ട് ഏതെങ്കിലും ഒരു ക്രോസ് സെക്ഷനിലൂടെ കടന്നു പോയാൽ അതാണ് ഐ. എസ് ഐ യൂണിറ്റ്, കറണ്ടിൻ്റെ യൂണിറ്റ് ആംബിയർ, കറണ്ടിൻ്റെ യൂണിറ്റ് ആംബിയർ എ. ചാർജിൻ്റെ യൂണിറ്റ് കൂളംബ്, അതാണ് ചാർജ് എന്ന് പറയുന്ന ഫിസിക്കൽ പ്രോപ്പർട്ടീൻ്റെ യൂണിറ്റ് കൂളംബ്. അപ്പോൾ ആംബിയർ എന്ന് പറയുന്നത് കൂളം പെർ സെക്കൻഡ്. ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒരു ക്വസ്റ്റ്യൻ ഇവിടെ വന്നിട്ടുണ്ട്, എ ചാർജ് ഓഫ് 12 കൂളംബ്. അപ്പോൾ എന്ത് തന്നിട്ടുണ്ട്, ചാർജ് തന്നിട്ടുണ്ട്. ഓക്കെ, ഫ്ലോസ് ത്രൂ എ ബൾബ്. ഒരു സർക്യൂട്ടിൻ്റെ അകത്ത് ഒരു ബൾബ് ഉണ്ട്, ആ ബൾബിൻ്റെ അകത്തേക്ക് കൂടിയിട്ട് 12 കൂളംബ് ചാർജ് കടന്നു പോകും 5 സെക്കൻഡിൽ. വാട്ട് ഈസ് ദ കറണ്ട് ത്രൂ ദ ബൾബ്, വാട്ട് ഈസ് ദ കറണ്ട് ത്രൂ ദ ബൾബ്. അപ്പോൾ നമുക്ക് മനസ്സിലായി കറണ്ട് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് ആണ്. റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറയുമ്പോൾ അടിയിൽ ബൈ 2 ഓർമ്മ വരണം. അപ്പോൾ 12/5, 24/10, 2.4 ആംബിയർ. ഇപ്പോൾ വളരെ ബേസിക് ആയിട്ട് എന്താണ് ഇലക്ട്രിക് സർക്യൂട്ട്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഇലക്ട്രിക് സർക്യൂട്ട് എന്താണ്, ഒരു ലൂപ്പ്, ഒരു ക്ലോസ്ഡ് ലൂപ്പ്. ഇലക്ട്രിക് സർക്യൂട്ട് ഈസ് എ ക്ലോസ്ഡ് ലൂപ്പ്. അതായത് ഇത് ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇവിടെ എൻഡ് ചെയ്യണം, അതിൻ്റെ അകത്ത് ഒരു സെല്ല്, ഒരു ഈ കറണ്ട് യൂസ് ചെയ്യാനുള്ള ഒരു എക്യുപ്മെൻറ്റ്, വിച്ച് ഹാസ് എ നെറ്റ്വർക്ക് ഓഫ് ഇലക്ട്രിക്കൽ കമ്പോണൻസ് ത്രൂ വിച്ച് ഇലക്ട്രോൺസ് ആർ ഏബിൾ ടു ഫ്ലോ.
അപ്പോൾ ഇവിടെ വേറൊരു സംഭവം പറയുന്നുണ്ട്, ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കണം, ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ളത് കൊണ്ടാണ് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ക്ലോസ്ഡ് ലൂപ്പിലേക്കൂടെ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്ന ഈ പാത്ത്, ഈ ലൂപ്പ്, അതാണ് ഇലക്ട്രിക് സർക്യൂട്ട്. വളരെ ബേസിക് ആയിട്ട്. അതിൻ്റെ കൂടെ ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സിമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ നോക്കി, ഇത് സെല്ല്, ഒന്നിൽ കൂടുതൽ സെല്ല് വരുമ്പോൾ അതാണ് ബാറ്ററി. ഒരു വയറിനെ സ്ട്രെയിറ്റ് ലൈൻ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇത് ചെറിയൊരു, ഈ റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതാണ് റെസിസ്റ്റർ. 3 കാര്യങ്ങൾ സിമ്പിളായിട്ട്. ദ പാത്ത് ഈസ് മെയ്ഡ് യൂസിങ് ഇലക്ട്രിക്കൽ വയേഴ്സ് സോ ആസ് ടു കണക്ട് ആൻ ഇലക്ട്രിക്കൽ അപ്ലയൻസ് ടു എ സോഴ്സ് ഓഫ് ഇലക്ട്രിക് ചാർജ്. ഇതാണ് നേരത്തെ നമ്മൾ അവിടെ പറഞ്ഞൊരു പോയിന്റ്, ഡയറക്ഷൻ ഓഫ് കൺവെൻഷണൽ കറണ്ട് ആൻഡ് ഇലക്ട്രോൺസ്. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. കൺവെൻഷണൽ കറണ്ട് എന്താണ്, അത് എവിടുന്ന് എവിടത്തേക്കാണ് യാത്ര ചെയ്യുന്നത്, നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിൽ നിന്ന്. കൺവെൻഷണൽ കറണ്ട്, ആദ്യം നമുക്ക് ഇലക്ട്രോൺസ് നോക്കാം. ഇലക്ട്രോൺസ് എന്ത് ചാർജാണ്, നെഗറ്റീവ് ചാർജ്. നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ് ഓപ്പോസിറ്റ് ചാർജിനെ അട്രാക്ട് ചെയ്യും. പോസിറ്റീവ് നെഗറ്റീവിനെ അട്രാക്ട് ചെയ്യും, തിരിച്ച് നെഗറ്റീവ് പോസിറ്റീവിനെ അട്രാക്ട് ചെയ്യും. അപ്പോൾ ഈ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ് പോസിറ്റീവിലേക്ക് അട്രാക്ട് ചെയ്ത് പോകും. അപ്പോൾ ഈ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് ആര് പോവും, ഇലക്ട്രോൺസ് പോവും. അപ്പോൾ പക്ഷേ കൺവെൻഷണൽ കറണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നേരെ തിരിച്ചിട്ട് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് പോവും. ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഈസ് ടേക്കൺ ആസ് ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് പോസിറ്റീവ് ചാർജ്. പോസിറ്റീവ് ചാർജിൻ്റെ ഫ്ലോനെയാണ് എന്തായിട്ട് കണക്കാക്കുന്നത്, കൺവെൻഷണൽ കറണ്ടായിട്ട് കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് ഡയറക്ഷൻ ഓഫ് കറണ്ട് അങ്ങനെ എടുത്തത്. അതുകൊണ്ട് ഇലക്ട്രിക് കറണ്ട് പാസസ് ഇൻ ദ സർക്യൂട്ട് ഫ്രം ദ പോസിറ്റീവ് ടു നെഗറ്റീവ്. ഇതൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലൈനാണ്. അടുത്ത കുറച്ച് കാര്യങ്ങൾ, ഈ ഇലക്ട്രിക് സർക്യൂട്ട് പറഞ്ഞു. ആ ഇലക്ട്രിക് സർക്യൂട്ടിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഉണ്ടാവുക, അതാണ് ഇലക്ട്രിക്കൽ കമ്പോണൻസ് എന്തൊക്കെയാണ്. ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. റെസിസ്റ്റർ എല്ലാവർക്കും അറിയാം, റെസിസ്റ്റർ എന്താണ്. അപ്പോൾ ആ വാക്ക് തന്നെ റെസിസ്റ്റ് ചെയ്യുക. അപ്പോൾ എന്തോ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് അവിടെ റെസിസ്റ്റ് ചെയ്യുന്നത്, ഒരു കണ്ടക്ടറിൻ്റെ അകത്തേക്കൂടെ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുമ്പോൾ ആ ഫ്ലോനെ റെസിസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം, അതാണ് ഈ റെസിസ്റ്റർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫിക്സ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ കറണ്ട് ത്രൂ എ സർക്യൂട്ട്. അപ്പോൾ ആ കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്ന, അതിനെ ഫിക്സ് ചെയ്യുന്നതാണ് സർക്യൂട്ടിൽ റെസിസ്റ്റർ എന്ന് പറയുന്നത്. ഇവിടെ നേരത്തെ കാണിച്ചിരിക്കുന്ന പോലെ റെസിസ്റ്ററിൻ്റെ സിമ്പൽ ഇതാണ്, ഒരു ആക്ച്വൽ റെസിസ്റ്റർ. ഇതിൻ്റെ കളർ കോഡിങ്, അതിൻ്റെ ഇതിൽ കാർബൺ റെസിസ്റ്റേഴ്സിൻ്റെ കളർ കോഡിങ് ഒരു പോയിൻ്റ് ആയിട്ടുണ്ട്. അത്ര ഇമ്പോർട്ടൻ്റ് ആയിരിക്കില്ല. ഒരു കോഡൊക്കെ ഉണ്ട് അതിന്, BB റോയി ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ഹാസ് വെരി ഗുഡ് വൈഫ്. അതുപോലെ അതിൻ്റെ ഒരു ടോളറൻസ് പവർ ഉണ്ട്. ഇവിടെ വരുന്നത് ഗോൾഡ് ആണെങ്കിൽ എത്ര, സിൽവർ ആണെങ്കിൽ എത്ര, അത് ജസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ ഗോൾഡ് ആണെങ്കിൽ 5%. ഇത് ചിലപ്പോൾ ചോദിക്കാം. അതായത് ഈ കളർ കോഡ് ഉണ്ടാവും ഓരോ റെസിസ്റ്ററിൻ്റെ അകത്ത്. ഇപ്പോൾ ഇവിടെ ഇപ്പം ഗോൾഡ് കാണിച്ചല്ല, അതുപോലെ ടോളറൻസ് പവർ എത്രയാണ്, ഇത് ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. ഗോൾഡ് ആണെങ്കിൽ 5%, സിൽവർ ആണെങ്കിൽ 10%, കളർ ഇല്ലെങ്കിൽ 20%. സിൽവർ ആണെങ്കിൽ 10%, അതിൻ്റെ ടോളറൻസ് പവർ എന്ന് പറയും ഓരോ കാർബൺ റെസിസ്റ്ററിൻ്റെ. ഇത് ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കുക. ബേസിക്കായിട്ട് ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ, റെസിസ്റ്റർ എന്താണ്, ഒരു ഇൻട്രൊഡക്ഷൻ, അതിൻ്റെ സിമ്പലും. പിന്നെ ചില സർക്യൂട്ടിൽ എന്ത് ചെയ്യും, ഒരു റെസിസ്റ്റർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും 2 ഓം 3 ഓം. അപ്പോൾ ഇവിടെ ഒരു കാര്യം പറഞ്ഞു, റെസിസ്റ്ററിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓമാണ്, OHM. അപ്പോൾ ഇത് ചിലപ്പോൾ ഒരു 5 ഓമിൻ്റെ റെസിസ്റ്റർ ആകുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു കണ്ടീഷൻ നമുക്ക് വന്നു, ഈ ഒരു സർക്യൂട്ടിൻ്റെ അകത്ത് ചിലപ്പോൾ നമുക്ക് 5 ഓമിന് പകരം ചില സമയത്ത് 6 ഓം അല്ലെങ്കിൽ 10 ഓമൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, ആ റെസിസ്റ്റൻസിൻ്റെ അളവിൽ മാറ്റം വരുത്തേണ്ടി വരും. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെൻ്റാണ്, കമ്പോണൻ്റാണ് റിയോസ്റ്റാറ്റ് എന്ന് പറയുന്നത്. അതായത് സാധാരണ ഒരു റെസിസ്റ്റൻസ് തന്നെ, പക്ഷേങ്കിൽ അതിൻ്റെ റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യാൻ പറ്റും, വേരിയബിൾ റെസിസ്റ്റർ. ഇപ്പോൾ ഈ കാണുന്ന ഈ ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതിന് കണക്കായിട്ട് ഈ സർക്യൂട്ടിലേക്ക് ഉണ്ടാകുന്ന റെസിസ്റ്ററിൻ്റെ ലെങ്ത്ത് വ്യത്യാസം വരും. അപ്പോൾ അതിന് കണക്കായിട്ട് എന്ത് ചെയ്യും, റെസിസ്റ്റൻസിൽ മാറ്റം വരും. സിമ്പിളായിട്ട് ഒരു വാക്ക് അറിയിക്കുക, റിയോസ്റ്റാറ്റ് വേരിയബിൾ റെസിസ്റ്ററാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു സെലക്ട് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ കറണ്ട് ത്രൂ എ സർക്യൂട്ട്. അതായത് വോൾട്ടേജ് സെയിം ഉള്ള ഒരു ഇതിൽ കറണ്ട് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക, ഈ റെസിസ്റ്റൻസ് മാറ്റിക്കൊണ്ടാണ്. അതൊരു ഓംസ് ലോ വെച്ചിട്ട് നമുക്ക് ബേസിക്കായിട്ട് മനസ്സിലാവും. അപ്പോൾ അത് വേണ്ട, ഇവിടെ
സിമ്പിൾസ്, റെസിസ്റ്റൻസിൻ്റെ സിമ്പിൾസ് ഇത്. ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ഈ സിമ്പിൾ എന്നിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിക്കുക. ഒരു ആരോ കൊടുക്കുമ്പോൾ അതെന്തായി വേരിയബിളായി ഇതിനെ റെപ്രസെൻ്റ് ചെയ്യും. അപ്പോൾ ഈ 3 തരത്തിൽ റിയോസ്റ്റാറ്റിൻ്റെ സിമ്പിൾ ഉണ്ട്. ഒന്ന് സാധാ റെസിസ്റ്റൻസിൽ ഒരു ആരോ, പിന്നെ ആരോ ഇങ്ങനെ, പിന്നെ ഒരു റെക്റ്റാങ്കിളിൽ ഒരു ആരോ. അടുത്തതാണ് അമ്മീറ്റർ. അമ്മീറ്റർ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ കറണ്ട്, ആ കറണ്ടിനെ മെഷർ ചെയ്യുന്ന, കുറച്ച് വലിയ കറണ്ടൊക്കെ മെഷർ ചെയ്യുന്ന ഒരു കമ്പോണൻ്റാണ് അമ്മീറ്റർ. അതിൻ്റെ സിമ്പിൾ എ. ഇപ്പോൾ ഒരു സർക്യൂട്ടിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു വയറുണ്ടെങ്കിൽ ആ വയർ ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു മെഷീൻ വെച്ചിട്ട് ഈ ലൈന് ഇതിൻ്റെ ഡിഫ്ലക്ഷൻ നോക്കിയിട്ട് എത്ര ആംബിയർ കറണ്ട് അതിലെ പാസ് ചെയ്യുന്നുണ്ടെന്ന് അളക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഈ കറണ്ട് അളക്കുന്ന കമ്പോണൻറ്റിൻ്റെ പേരാണ് അമ്മീറ്റർ. ഇത് ഇങ്ങനെയാണ് ചോദിക്കൽ. ഒരു ടേബിളിൻ്റെ അകത്ത് ഇവിടെ കുറേ കമ്പോണൻറ്റിൻ്റെ പേര് വരും. അമ്മീറ്റർ, വോൾട്ടിമീറ്റർ, ഗാൽവനോമീറ്റർ, എന്നിട്ട് ഇവിടെ അതിൻ്റെ കണക്കായിട്ടുള്ളതുണ്ടാവും. അപ്പോൾ ഈ അമ്മീറ്ററിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാൽവനോമീറ്റർ പ്ലസ് ഹൈ റെസിസ്റ്റൻസ്, ഗാൽവനോമീറ്റർ പ്ലസ് ലോ റെസിസ്റ്റൻസ്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരും. അതായത് ബേസിക്കലി ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ് അമ്മീറ്റർ. കറണ്ട് മെഷർ ചെയ്യേണ്ട ഒരു എക്യുപ്മെൻ്റാണ് അമ്മീറ്റർ. അതിൻ്റെ സിമ്പിൾ എ. അടുത്തത് അതുപോലെ രണ്ടാമത്തെ വോൾട്ട്മീറ്റർ. എന്താണ് വോൾട്ട്മീറ്റർ? വോൾട്ട്മീറ്ററിന് വോൾട്ട്, അതന്നെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഈ ഐ എന്ന് പറയുന്നത് കറണ്ടാന്ന് പറഞ്ഞു, ആർ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞു. അതുപോലെ ഒന്നാണ് വോൾട്ട് മീറ്റർ അഥവാ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അതാണ് വി എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അടുത്തതാണ് ഗാൽവനോമീറ്റർ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് ദ കറണ്ട് ആൻഡ് ഇറ്റ്സ് ഡയറക്ഷൻ. അപ്പോൾ നോക്കുമ്പോൾ എന്താണ്, നേരത്തെ നമ്മൾ ഓൾറെഡി കറണ്ടിന് വേണ്ടിയിട്ട് ഒരു സംഭവം പറഞ്ഞു, എന്താ അത്? അമ്മീറ്റർ. അപ്പോൾ കറണ്ട് അടിക്കുമ്പോൾ അമ്മയെന്ന് വിളിക്കും. അപ്പോൾ അമ്മീറ്ററാണ് കറണ്ടിനെ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും അടുത്തൊരു എക്യുപ്മെൻറ്റ്, രണ്ടാമത്തെ എക്യുപ്മെൻറ്റ് സെയിം കറണ്ട് മെഷർ ചെയ്യാൻ, ഗാൽവനോമീറ്റർ. അപ്പോൾ ഇവിടെ പക്ഷേ എന്താണ്, ചെറിയ കറണ്ടൊക്കെ മെഷർ ചെയ്യാനാണ് ഗാൽവനോമീറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒന്നുകൂടെ ഉണ്ട്, ശ്രദ്ധിച്ചാൽ ഡയറക്ഷൻ, ഏത് ഡയറക്ഷനിലേക്കാണ് കറണ്ട് പാസ് ചെയ്യുന്നുള്ളതും കൂടെ ഗാൽവനോമീറ്ററിൽ മനസ്സിലാവും. ഇതിൻ്റെ സിമ്പിൾ ജി. അടുത്ത ഡയോഡ്. ഒരു ഡയോഡ് എന്താണ്? ഇറ്റ് ഈസ് an electronic device. It allows current to flow in one direction but resists in the opposite direction. അതായത് ഇപ്പോൾ നമുക്കൊരു സർക്യൂട്ടിൽ ഒരു ഭാഗത്തേക്ക് മാത്രമാണ് കറണ്ട് കടത്തിവിടേണ്ടത്, ഓപ്പോസിറ്റിലേക്ക് അത് ബ്രേക്ക് ചെയ്യണം അല്ലെങ്കിൽ റെസിസ്റ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഡയോഡ്. നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു ഡയോഡ് LED, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം നോക്കണം, എന്താണ് ഡയോഡിൻ്റെ സിമ്പൽ? ഇങ്ങനെ ഒരു ത്രികോണം വരച്ചിട്ട് ഇതാണ് ഒരു ഡയോഡ്. ഇനി ഇതിൻ്റെ അകത്ത് ഇതുപോലെ 2 ഏരോ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അതെന്തായി? നമുക്ക് പരിചയമുള്ള LED ആയി, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡായി. അപ്പോൾ ഡയോഡ് എന്ന് പറയുന്നത് ഒരു സെമി കണ്ടക്ടർ ഡിവൈസാണ്. അത് എന്ത് ചെയ്യും? അതിലേക്കൂടെ കറണ്ട്, ഇപ്പോൾ ഇതിലേക്കൂടെ കറണ്ട് ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ അത് ലൈറ്റ് എമിറ്റ് ചെയ്യും. ആ ഇലക്ട്രിക് എനർജീനെ ലൈറ്റ് എനർജിയാക്കി മാറ്റി ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന ഡിവൈസാണ് LED അഥവാ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ഇനി ഇത് ജസ്റ്റ് ഇതിൻ്റെ ഒരു സിമ്പിൾ മാത്രം നോക്കിയാൽ മതി. നമ്മളെല്ലാ വലിയ വലിയ എക്യുപ്മെൻസിനും എർത്തിങ് ഉണ്ടാവും. എന്തെങ്കിലും തരത്തിൽ കറണ്ട് ഓവർഫ്ലോ വന്നു കഴിഞ്ഞാൽ അത് എർത്തിലേക്ക് പോകാൻ. കാരണം എർത്ത് എന്ന് പറയുന്നത് ഹൈ പൊട്ടൻഷ്യൽ, അതായത് എർത്തിലേക്ക് എത്ര കറണ്ട് വേണമെങ്കിലും എടുക്കുക, അത്രയും വലിയ പൊട്ടൻഷ്യലാണ്, ഇൻഫിനിറ്റ് പൊട്ടൻഷ്യൽ അല്ലേ. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മളൊരു എക്യുപ്മെൻറ്റ്, വലിയ ഫ്രിഡ്ജൊക്കെ വാങ്ങിയിട്ട് എന്തെങ്കിലും തരത്തിലൊരു മിന്നലടിച്ചു അല്ലെങ്കിൽ ഒരു ഹൈ കറണ്ട് വന്നു, അപ്പോൾ അത് എർത്ത് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഇതിൻ്റെ സിമ്പിൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇങ്ങനെ ഒരു വര കുഞ്ഞു 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 കുഞ്ഞു. ഇതാണ് ഗ്രൗണ്ട് കണക്ഷൻ. ടു പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ ടു ദ ഇലക്ട്രിക്കൽ കമ്പോണൻറ്റ്സ്. ഇറ്റ് ഓൾസോ റെഫേഴ്സ് ആസ് എ റെഫറൻസ് പോയിന്റ് ടു മെഷർ ദ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ. കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ പറഞ്ഞ പോയിന്റിനെല്ലാം ഒരു അഡ്വാൻസ്ഡ് ലെവലും കൂടെ ഉണ്ടാവും. എല്ലാ ക്വസ്റ്റ്യനും കുറച്ചും കൂടെ നല്ല ലെവലിലാണ് ചോദിക്കുക ഈ ഭാഗത്തുനിന്ന്. ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ.